മസ്താനിക്ക് ലാലേട്ടൻ കൊടുത്ത ആ കടുത്ത ശിക്ഷ എന്താണെന്നറിയാമോ? പറഞ്ഞു തരാം. മസ്താനിയെ വിറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതിനുള്ള കടുത്ത ശിക്ഷ. റെഡ് കാർഡാണോ യെല്ലോ കാർഡാണോ, ഇത്രയും വലിയ ശിക്ഷ കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ എന്താണ് ആക്ച്വലി കൊടുത്ത ശിക്ഷ എന്ന് പറയാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോ പ്രൊമോക്കകത്ത് ലാലേട്ടൻ വന്ന് മസ്താനി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ നടന്ന ഇഷ്യൂ ചോദിക്കുന്നു. അക്ബർ പറയണം തിന്നാൻ വലിയ നാക്കാണ്, നമുക്ക് കഴുകി വെക്കാൻ വയ്യെന്ന്. പിന്നെ ഷൈത്യ പറയുന്നുണ്ട് റെനയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച്, രേണു ചേച്ചിയുടെ ഹസ്ബൻഡിനെ കുറിച്ച്, പുറത്തെ കാര്യങ്ങളിലെല്ലാം സകലത പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ വീട്ടുകാർക്ക് ഫുൾ മസ്താനിയെ കുറിച്ച് കംപ്ലൈന്റ് ആണ്. നിങ്ങൾക്ക് ശിക്ഷ തരുമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. എന്ത് ശിക്ഷയായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? റെഡ് കാർഡും യെല്ലോ കാർഡും കൊടുക്കുമോ? കുറെ പേര് ചോദിച്ചോണ്ട് ഞാൻ പറയാണ്, റെഡ് കാർഡും യെല്ലോ കാർഡും ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ അറിയുന്നതും എനിക്ക് തോന്നുന്നതുമായിട്ടുള്ള ഒരു കാര്യം പറയാം. സീസൺ 3 ഇതുപോലെ പുറത്തെ സംഭവം വന്ന് അകത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മിഷേലിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് അപ്പം തന്നെ മിഷേല് ഔട്ടായി പോവുകയും ചെയ്തു. ആ വീക്ക് തന്നെ വന്ന ആഴ്ച തന്നെ ആ ഒരു വീക്ക് അവിടെ നിന്നു. അടുത്ത് ലാലേട്ടൻ തന്നെ നോമിനേറ്റ് ചെയ്തു, ഔട്ടായി അങ്ങ് പോയി. അതേപോലെ മസ്താനിക്കും നോമിനേഷൻ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് ലാലേട്ടൻ ഡയറക്റ്റ് ആയിട്ട് അടുത്ത ആഴ്ച എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്യും. പക്ഷെ ഓൾറെഡി മസ്താനി ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ആഴ്ചത്തെ നോമിനേഷനിൽ മസ്താനി ഉള്ളത് കൊണ്ട് 2 ആഴ്ചത്തെ നോമിനേഷൻ കൊടുക്കുമായിരിക്കും. രണ്ടാഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷൻ, അതായത് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും വരും. ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ആഴ്ച കൂടാതെ 2 ആഴ്ചയും കൂടെ കൊടുക്കും. അതേ പറ്റുള്ളൂ. നമ്മളെ മലയാളം ബിഗ് ബോസിന് ഇത് വെച്ച് പുറത്തുള്ള സംഭവം അകത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. തമിഴും ഹിന്ദിയൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. പുറത്തുള്ള കാര്യം അകത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ കുലുക്കവും സംഭവിക്കാൻ പോകില്ല. അവിടെ കുറെ കൂടി ഇളവി മറിയേ ഉള്ളൂ. പുറത്തെ സംഭവം അകത്തെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ അങ്ങനെയായോ നമ്മൾ, ഇങ്ങനെയായോ നമ്മൾ, അങ്ങനെ മൊത്തം പറയത്തൊന്നുമില്ല. വരുന്നവർ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മലയാളം ബിഗ് ബോസിൽ ഒരു 2 ഡയറക്റ്റ് നോമിനേഷൻ വരെ മാക്സിമം. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇതൊരു സ്ട്രൈക്കിലായിട്ടൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഔട്ടായത് ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയി കണ്ടു നോക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മെത്തേഡ്, പ്രൊമോ വന്നിട്ട് അതിൻ്റെ മെത്തേഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം ഇന്ന് എപ്പിസോഡിൽ 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ തന്നെയാണോ എന്നുള്ളത്. അത് തന്നെ ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വരാനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബൈ.